എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേൾക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മീര ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. മീര ശ്രുതിയോട് പറയുന്നുണ്ട്, നവീൻദാസിനെ സച്ചി തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് തന്നെ അവനെ അന്വേഷിച്ച് സച്ചി പോകാനുള്ള സാധ്യതയുണ്ട്. നീ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രുതി പെട്ടെന്ന് ഭയപ്പെടുന്നുണ്ട്. കാരണം സച്ചി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാമായിരുന്നു. സച്ചിയുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് സച്ചിയുടെ കയ്യിൽ കിടക്കുന്ന ശരത്തിൻ്റെ വീഡിയോ കൈക്കലാക്കാൻ ശ്രമിച്ചത്. 2 തവണ ശ്രമിച്ചെങ്കിലും 2 തവണ അറ്റംപ്റ്റ് പാടായിപ്പോയി. അതിനുശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി വരുന്നില്ല. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് നവീനെ സച്ചി കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ശ്രുതിക്ക്. ശ്രുതി ഫുഡ് കഴിക്കാൻ വരാത്തതുകൊണ്ട് ശ്രുതി നിർബന്ധിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. ശ്രുതിയുടെ മുഖം ഗ്ലൂമായിട്ടിരിക്കുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? ഒന്നുമില്ല, അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഞാൻ അച്ഛന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും, ഉടനെ അച്ഛൻ ജയിലിൽ നിന്ന് റിലീസാവും എന്നൊക്കെ പറയുന്നു. അങ്ങനെ രേവതി ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് രവി പറയുമ്പോൾ ചന്ദ്ര പറയുന്നു, വലിയ ടേസ്റ്റൊന്നുമില്ല, ഉപ്പൊക്കെ കൂടുതലാണെന്ന് പറയുന്നു, കുറ്റം പറയുന്നെങ്കിലും ഫുഡ് കഴിക്കുന്നുമുണ്ട്. അതിനുശേഷം സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട്. സച്ചി വീട്ടിലോട്ട് വന്നതിന് ശേഷം എല്ലാവരോടും പറയുന്നു, ഇവൻ ഊമൊക്കെ തയ്ച്ച കള്ളനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയും. അതാരാ സച്ചിയേട്ടാന്ന് രേവതി ചോദിക്കുമ്പം അവനൊരു പക്കാ ഫ്രോഡാ രേവതി. ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത് സുധിയുടെ കല്യാണത്തിനാണ്. അന്ന് അവൻ എൻ്റെ വണ്ടിയിൽ കയറിയായിരുന്നു. കാറിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. അതിനുശേഷം ഞാൻ അവനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി നല്ലോണം അവനെ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മുത്തശ്ശിയെ ബൈക്ക് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ സ്പീഡിൽ പോകുമായിരുന്നു. അന്ന് ഞാൻ അവനെ പിന്തുടർന്ന് പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചായിരുന്നു. 2 മാസത്തിന് ശേഷം അവൻ പുറത്തിറങ്ങിയതാണെന്ന് പറയും. അപ്പോൾ അവൻ ആളൊരു പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അപ്പം നിന്നോടുള്ള ദേഷ്യം കാരണം അവൻ എൻ്റെ മോനെതിരെ ഊമൊക്കെ തയ്ക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതെങ്ങനെ സച്ചേട്ടാ അത് സംഭവിക്കുന്നത്? സച്ചേട്ടനോട് അയാൾക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ട്, സച്ചേട്ടനോടല്ലേ അയാൾ പ്രതികാരം തീർക്കേണ്ടത്? സച്ചേട്ടൻ്റെ ചേട്ടനെ എന്തിനാണ് അയാൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് നോക്കും. അത് ശരിയാ രേവതി. അപ്പോൾ ഈ 2 ഫ്രോഡുകളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യമായി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇവരെ തന്നെ ഫോളോ ചെയ്ത് ഊമൊക്കെ തയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് 2 പേരും ഉറപ്പിച്ച് പറയും. എന്തായാലും അവനെ എൻ്റെ കൈ കിട്ടും, അന്ന് അവൻ്റെ അവസാനമാണ്, അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എന്തിനാ അവൻ ഊമൊക്കെ തയ്ച്ചെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ശ്രുതി പെട്ടെന്ന് ഭയപ്പെടുന്നുണ്ട്. കാരണം സച്ചി കണ്ടുപിടിക്കുമെന്നൊരു ടെൻഷൻ ശ്രുതിക്ക് നല്ലോണം ഉണ്ട്. ശേഷം ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് രേവതിയും സച്ചിയും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കും, എങ്ങനെയുണ്ടമ്മേ കാൽവേദന എന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല മോനെ, ഇപ്പം മാറ്റമുണ്ട്, അമ്മ ഇനി ജോലിക്കൊന്നും പോകണ്ട, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നില്ല, അമ്മ റെസ്റ്റ് എടുക്കാൻ പറയും. അതും സാരമില്ല, കുറച്ചാൾ കൂടിയൊക്കെ ഇങ്ങനെ പോട്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് വീട്ടിലോട്ട് വരികയാണ്. നീ എന്താ ശരത്തിൽ നിന്ന് കോളേജിൽ പോരുമെന്ന് രേവതി ചോദിക്കും. ഇനി കോളേജിൽ പോയിട്ട് കാര്യമില്ല ചേച്ചി, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറയും. നീ നല്ലോണമൊക്കെ പഠിക്കുന്നതായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കും. അപ്പോൾ ചോദിക്കും, എനിക്ക് അറ്റൻഡൻസ് കുറവാണെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞെന്ന് പറയും. ലക്ഷ്മിയമ്മ പറയും, എങ്ങനെ അറ്റൻഡൻസ് കുറയാതിരിക്കും, നീ എത്ര നാളായി കോളേജിൽ പോയിട്ടെന്ന് അറിയാവോ? എപ്പം നോക്കിയാലും ആൻ്റണിയുടെ പുറമെ അല്ലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയും ക്ലാസ് കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് നീ കേൾക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ അത് കേൾക്കുന്ന ലക്ഷ്മിയമ്മ നല്ലോണം ശരത്തിനെ അടിക്കുന്നുണ്ട്. അപ്പം രേവതി വന്നു പറയും, അമ്മ അവനെ തല്ലാതെ, അവൻ മുമ്പ് ആൻ്റണിയുടെ കൂടെ ചങ്ങാത്തത്തിനുണ്ടായിരുന്നുള്ള സത്യം, ഇപ്പോൾ അവൻ അതൊക്കെ മാറി, ഇപ്പോൾ അവൻ നല്ലോണം പഠിക്കുന്നത് നമ്മ തന്നെയല്ലേ പറഞ്ഞു. എന്നിട്ട് കുറെ കാര്യമുണ്ടോ മോളെ, കഷ്ടപ്പെട്ട് പഠിച്ചതിന് വല്ല ഫലമുണ്ടോ? അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്, നിൻ്റെ ഭാവി നീയായിട്ട് നശിപ്പിച്ചലോടാന്നൊക്കെ പറഞ്ഞ് കരയുമാണ്. എനിക്കിതൊന്നും കാണാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ അകത്ത് കയറി പോകുന്നു. ശരത്ത് കിടന്നാൽ കരയും. ശരത്ത് പറയും, എനിക്കിനി എക്സാം എഴുതാൻ പറ്റത്തില്ല ചേച്ചി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെയാണെന്ന് പറയും. നീ കരയാതെ ശരത്തേന്ന് പറയും. ഉടനെ സച്ചേട്ടൻ എന്താ ഒരു മാർഗ്ഗമെന്ന് ചോദിക്കും. നീ കരയാതെ സ്ഥലത്തെ, നിൻ്റെ ഭാവി ഒന്നും നശിച്ചു പോയിട്ടൊന്നുമില്ല, അവനവൻ്റെ ഭാവി തീരുമാനിക്കുന്ന അവനവനാ, നീ വിഷമിക്കാതെ, എന്തായാലും ഞങ്ങൾ പോയി പ്രിൻസിപ്പളിനെ ഒന്ന് കാണാമെന്ന് പറയും. ഇല്ല സജ്ജേട്ടാ, പ്രിൻസിപ്പൾ ഭയങ്കര കർക്കശക്കാരനാണ്, എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞെന്ന് പറയും. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം, രേവതി എന്ന് പറഞ്ഞ് 2 പേരും കൂടി പ്രിൻസിപ്പളിനെ കാണാൻ പോകുന്നു. പ്രിൻസിപ്പളിനെ കാണാൻ കോളേജിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അറ്റൻഡർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചോദിക്കും, എന്ത് വേണം? അത് ഞങ്ങൾക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പ്രിൻസിപ്പളിനെ കാണാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാറിനെ ഒന്ന് കാണണം, ഞാൻ BCom ഫൈനൽ ഇയറിന് പഠിക്കുന്ന ശരത്തിൻ്റെ സിസ്റ്ററാണ്, അവനെ അറ്റൻഡൻസ് കുറവാണ്ട് എക്സാമിന് ഇരുത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്, ഞങ്ങൾ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാമിന് ഇരുത്തത്തില്ല, പ്രിൻസിപ്പൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയും. സാറേ ഞങ്ങളൊന്ന് കണ്ടോട്ടെ, അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ല, നിങ്ങൾ അല്ലാതെ കയറിയാൽ സാറ് എന്നെ വഴക്ക് പറയുമെന്ന് പറയും.
ഒരു തരത്തിലും പുള്ളിയെ കാണാൻ പറ്റത്തില്ല. എനിക്ക് വാരം അവധി നമുക്ക് തിരിച്ചു വന്നാൽ തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പൽ ഡോറ് തുറന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എവിടെ പോകാനായിട്ട് അർജൻറ്റായിട്ട് പുറത്തിറങ്ങുവാണ്. ആ സമയത്ത് പെട്ടെന്ന് സാറേ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ പുള്ളി മൈൻഡ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ സാറിനെ ഇന്ന് കാണാൻ പറ്റത്തില്ലെന്ന്. ഇതെന്തോ അത് ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്നവരല്ലേ അവിടുത്തെ അധ്യാപകരെന്ന് പറയുന്നത്. ഇത്ര പിടിവാശി എന്തിനാണ്? ഞങ്ങൾ പുള്ളിയെ കണ്ടും സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം? പുള്ളി ഞങ്ങൾക്ക് മുഖം പോലും തരുന്നില്ലെന്നൊക്കെ സച്ചി പരാതി പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇനി അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി സംസാരിച്ച് പ്രിൻസിപ്പളിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ശരത്തിനെ എക്സാമിന് ഇരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.